ഹലോ കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. എയർ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് രാവിലെ വർക്കിംഗ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഇറങ്ങിയ ടൈം എന്ന് പറഞ്ഞാൽ 8:30 അപ്പോൾ നമുക്ക് അതൊക്കെ ഓൺലൈൻ ആക്കാം. ഓൾറെഡി നമ്മൾ കേരള സവാരി ഓൺലൈൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. കേരള സവാരി പുതിയൊരു ഫീച്ചറൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് സൈലന്റ് മോഡൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. സൈലന്റ് മോഡൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതുണ്ട്, ഇന്റർസിറ്റി, റെന്റല്, പെറ്റ്സ് റൈഡൊക്കെ ഉണ്ട്. ഈ പട്ടീനെയൊക്കെ കയറി പട്ടി പൂച്ചയൊക്കെ കയറ്റാൻ പറ്റുമോ എന്നുള്ള ഇതൊക്കെയാണ്. അതൊക്കെ ഓഫ് ആക്കിയിട്ടേക്കാണ് കേട്ടോ. പിന്നെ നമുക്ക് വന്നേക്കുന്ന ഇതുണ്ട്, റൈഡ് റിക്വസ്റ്റ് വോയിസ്. ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് റൈഡ് വരുമ്പോൾ അവർക്ക് ഡ്രോപ്പ് ചെയ്യേണ്ട ലൊക്കേഷന്റെ പേര് നമ്മളെ വിളിച്ചു പറയും. ഇതൊക്കെ പിന്നെ എൻ്റെ റൈഡ് വരുന്നതിൻ്റെ വോളിയം കൂട്ടിയിട്ടേക്കുന്നതാണ് കേട്ടോ. ഏതായാലും പുതിയൊരു സെറ്റപ്പാണ്. ഇന്നലെ ഞാൻ ചുമ്മാ ഒന്ന് ഓണാക്കിയിട്ട് പോയപ്പോൾ ഇങ്ങനെ നമുക്ക് ട്രിപ്പ് വരുമ്പോൾ നമുക്ക് ഡ്രോപ്പ് ചെയ്യേണ്ട ലൊക്കേഷൻ്റെ പേര് പറയുന്നുണ്ട്, ഇന്നടത്തോട്ടാണ് പോകേണ്ടത്. മറ്റേന്ന് വെച്ചാൽ നമുക്ക് വായിച്ചെടുക്കാനുള്ള ഒന്നും സമയം കിട്ടില്ല. ഇതാകുമ്പോൾ ലൊക്കേഷൻ്റെ പേര് ആദ്യം വിളിച്ചു പറയും, എന്നിട്ടാണ് ഇതാക്കുന്നത് കേട്ടോ. അതിലും കുഴപ്പമില്ല തോന്നുന്നു. വേറെ നമുക്ക് യൂബർ ഓണാക്കാം. യൂബറിന് വല്ലതും കൊടുക്കാറുണ്ടോയെന്ന് നോക്കട്ടെ കേട്ടോ. കൊടുക്കാനൊന്നും ഇല്ലെന്ന് തോന്നുന്നു. നമുക്ക് ഇങ്ങോട്ട് വരാനേ ഉള്ളൂ. അതങ്ങ് വിഡ്രോ ചെയ്തേക്കാം. ഇതുണ്ടോ, ഇതിങ്ങനെ വലിച്ചു വിട്ട് കഴിഞ്ഞാൽ ആ പൈസ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. ഇതുണ്ടോ, 5 രൂപ ഇത് പിടിച്ചു കേട്ടോ, വിഡ്രോ ചെയ്തേന്. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട്, അല്ലെങ്കിൽ അത് തനിയെ വിഡ്രോ ആയി പോകേണ്ടതാണ്. ഓക്കെ, ഏതായാലും നമ്മുടെ അക്കൗണ്ടിൽ വന്നു. ക്രെഡിറ്റ് നമ്മുടെ അക്കൗണ്ടിൽ ഇതാ വന്നേക്കുന്നത്. അപ്പം തന്നെ നമ്മുടെ അക്കൗണ്ടിൽ വന്നത്. ഇനി നമുക്ക് ഓണാക്കാം കേട്ടോ. അതിന് ഭയങ്കര പറ്റിയില്ല. ഒല്ലെങ്കിൽ ഇപ്പോൾ കൂടുതലും വന്നേക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാ നോൺ എ സി ട്രിപ്പ് എന്നും പറഞ്ഞുകൊണ്ട് വരും. നോൺ എ സി ട്രിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത് വെച്ചാൽ റേറ്റ് കുറവാണ്. 10 കിലോമീറ്ററിന് 160 രൂപ 180 രൂപയൊക്കെ ഉള്ളൂ. വന്നിട്ട് നോൺ എ സി ട്രിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് എ സി ഇടണ്ട, എ സി വേണ്ട എന്നുള്ള ഇതിലാണ്. ഓക്കെ, പക്ഷേ വീട്ടുകൾ വണ്ടിയെ കയറി കഴിഞ്ഞാൽ എ സി ഇടുന്നില്ല, എ സി ഇടാത്ത എന്ത് എന്നൊക്കെയാണ് ചോദിക്കും. അപ്പോൾ നമ്മൾ പറയാ നോൺ എ സി ട്രിപ്പ് ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എ സി വേണ്ടെന്നാണല്ലോ. അതുപോലെ മറ്റേ യൂബറും കേരള സവാരിയും മാത്രമാണ് ഓണാക്കിയിട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ട്രിപ്പ് വരുമോ നോക്കാം. ഇന്നിപ്പോൾ ശനിയാഴ്ചയാണ്. മാക്സിമം ഒരു ഉച്ചവരെ ഓടി നിർത്താമെന്ന് വിചാരിച്ചിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശനിയാഴ്ചകളിലൊക്കെ ഭയങ്കര ബ്ലോക്കാണ്. എന്നിട്ട് നമുക്ക് ഇന്ന് ഏതായാലും നൈറ്റ് ഉണ്ട് കേട്ടോ. നൈറ്റ് നാളെ രാവിലെ വരെ ഓടും, കണ്ടിന്യൂസ് ഓടാന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമ്മുടെ വർക്കിലേക്ക് കിടക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കുണ്ടന്നൂർ പോയി കിടന്ന് അവിടെ നിന്നാണ് നമ്മൾ എല്ലാ ദിവസവും സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. പണ്ട് കേരള സവാരി ഓണാണോ എന്ന് അറിയാൻ പറ്റത്തില്ലായിരുന്നു. അതിങ്ങനെ ചത്തോലെ ഇങ്ങനെ കിടക്കും. ഓണാണ്, ട്രിപ്പ് വരുമ്പോൾ നമുക്ക് അറിയത്തുള്ളൂ ഓണാണ്. പക്ഷെ ഇതിപ്പോ ഓണാണെന്നുള്ള അറിയാതുകൊണ്ട് ഒരു വളരെ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളെ മാറുന്നതാണ് ആരോ മാർക്ക് കാണിച്ചേക്കുന്നത്. അപ്പൊ അതിങ്ങനെ ബ്ലിങ്ക് ചെയ്തോണ്ടിരിക്കും, റൗണ്ട് ചെയ്ത് വന്നോണ്ടിരിക്കും. ഇന്നലെ വന്ന അപ്ഡേഷനിലെ വ്യത്യാസമാണ് കേട്ടോ. ഏതായാലും അത് കഴിഞ്ഞ പിന്നെ ഫോൺ ചൂടാകുന്നത് ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. ഏതായാലും നമ്മൾ ഓണാക്കിയിട്ടുണ്ട്. വേറെ മെയിൻ ആയിട്ടുള്ള വിഷയമാണ്, ആപ്പ് ഓണാക്കി കിടന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഫോൺ ചുട്ട് പഴുക്കുകയാണ്. അതുകൊണ്ടാണ് കൂടുതലും ആൾക്കാർ ഇത് ഓണാക്കാത്തത്. പിന്നെ നമ്മൾ എ സിയുടെ വിൻഡോയിലൊക്കെ വെച്ചാണ് നമ്മൾ തണുപ്പിച്ചെടുക്കുന്നത് കേട്ടോ. ഇന്നലെ കയറിയ കസ്റ്റമർ ബാക്കിലെ സീറ്റ് ബെൽറ്റ് അഴിച്ചിട്ടേക്കാണ്. അതാണ് ഈ പി സൗണ്ട് അടിക്കുന്നത്. അത് 1 മിനിറ്റ് വരെ ഇങ്ങനെ അടിച്ചോണ്ടേയിരിക്കും. എന്നാൽ കയറുന്നവർ അത് ഊരിയിട്ടിട്ട് ഇടും, എന്നിട്ട് ഇറങ്ങി പോകുമ്പോ അത് ക്ലിപ്പ് ചെയ്യില്ല, അങ്ങനെ തന്നെ ഇട്ടിട്ടങ്ങ് പോകും. നമ്മളത് ഓർക്കുകയില്ല. അത് മാറ്റിയിടുമ്പോ ഇറങ്ങി പോകുമ്പോ അത് തിരിച്ച് പിടിപ്പിക്കുക എന്നുള്ള ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ.
പോണ്ടേ, തിരിയണ്ടേ, അത് ചാകാൻ തുടങ്ങും. നമുക്ക് ഫസ്റ്റ് ട്രിപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് എവിടെ നിന്നാണോ? ഏതായാലും മാപ്പ് കാണിച്ചേക്കുന്ന തെറ്റാണ്. ഇതുണ്ട, ഇതിലെയൊക്കെ പോയിട്ട് വരണം. ഇതിലൊന്നും പോകണ്ട, ഇവിടുന്ന് നേരെ ക്ലോസ് ചെയ്താൽ മതി. നമുക്ക് വിളിച്ചു പറയാം. വെയിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ മാത്രം ചെല്ലാം. ഒരു മനോജാണ്, ഗ്യാസ് ഏജൻസിയോ. ഹലോ, ഞാൻ യൂബറിനായിരുന്നു വിളിക്കുന്നത്. ഇതൊരു 9 മിനിറ്റാ കാണിക്കുന്നത്. വെയിറ്റ് ചെയ്യില്ലോ അല്ലേ? എന്തോ? വോയിസ് ക്ലിയർ ആകുന്നില്ല. ഒന്നാ വിളിക്കാം. ഹലോ, ഇതൊരു 9 മിനിറ്റാ കാണിക്കുന്നത്. വെയിറ്റ് ചെയ്യില്ല അല്ലേ? ഞാൻ കൊണ്ടുവന്നേരം അയക്കുന്നത്. നമുക്ക് ആ ട്രിപ്പ് അറ്റൻഡ് ചെയ്യാട്ടോ. ഒരു 1000 പോയിന്റാണ്, 173 രൂപയാണ് കാണിച്ചേക്കുന്നത്. അങ്ങനെ ആ ട്രിപ്പ് കഴിഞ്ഞേട്ടാ. നമുക്ക് ഇവിടെയായിരുന്നു. ഇവിടെ നേവൽ ബേസ് സ്കൂളിലോട്ടുള്ള ഇന്റർവ്യൂ നടക്കുക, അതിന്റെ തിരക്കാണ്. അവിടത്തേക്കായിരുന്നു നമുക്ക് ആളെ കൊണ്ടുവന്നെ. ഇവിടെ കസ്റ്റമർ അങ്ങോട്ടത്തേക്കുള്ളായിരുന്നു. ഇനിയിപ്പോ നമ്മളിവിടെ ആളെ ഇറക്കി. ഇനിയിപ്പോ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാം. ഇവിടെ വെയിറ്റ് ചെയ്യാം, പുറത്തിറങ്ങി വെയിറ്റ് ചെയ്യാം. നമുക്ക് ട്രിപ്പ് അടിച്ചേക്കാണ് കേട്ടോ. കേരള സവാരിലാണ്, പുതിയ ഫീച്ചറാണ് വന്നേക്കുന്നത് കേട്ടാ. തൃപ്പൂണിത്തറക്കാണ്. അപ്പൊ നമുക്ക് പോയി എടുക്കാട്ടാ. എന്തി മാപ്പ് വരട്ടെ. 1 കിലോമീറ്റർ അപ്പുറം നിന്നാണ് കേട്ടാ. അപ്പൊ നമുക്ക് പോയി എടുക്കാം. തൃപ്പൂണിത്തറ വടക്കേക്കോട്ടയാണ്. $185. സീറ്റ് ബെൽറ്റ് ഇടാൻ മറന്നും പോയി കിട്ടാറടക്കം. ഇങ്ങനെ നടക്കണോ? അങ്ങനെ നമുക്ക് തേവരന്ന് കിട്ടിയ ട്രിപ്പ് 185 രൂപയായിരുന്നു കേട്ടോ. തേവരന്ന് നമുക്ക് തൃപ്പൂണിത്തറ വടക്കേക്കോട്ടേക്കായിരുന്നു ആ ട്രിപ്പ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ നമുക്ക് വേറൊരു ട്രിപ്പ് കിട്ടി, 184 എറണാകുളത്തേക്ക്. ആ ട്രിപ്പ് കഴിഞ്ഞിട്ട് അവിടെ കുറെ നേരം കിടന്നിട്ടും കിട്ടിയില്ല. ഇപ്പൊ നമ്മൾ അവിടുന്ന് എടുത്ത് നേരെ പനമ്പള്ളി നഗറില് അവന്യൂ 1 RDS അവന്യൂ 1 ഫ്ലാറ്റിന്റെ ഫ്രണ്ടിലാണ് അവന്യൂ. ഇത് പാസ്പോർട്ട് ഓഫീസാണ് ഈ കാണുന്നത്. അതിന്റെയൊക്കെ ഭാഗത്ത് വന്ന് കിടക്കാണ് കേട്ടോ. നമ്മൾ എറണാകുളത്ത് അപ്പുറം കടന്നിട്ട് നമുക്ക് ട്രിപ്പൊന്നും ലഭിച്ചില്ല. യൂബറിൽ ഒരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. രാവിലത്തെ ട്രിപ്പിൽ 164 രൂപയാണ് കിട്ടിയത്. പിന്നെ യൂബറിന്റെ എയർപോർട്ടിൽ ചെല്ലുമ്പോൾ സാധാരണ സ്പോട്ട് അടിച്ച് കിട്ടാറുണ്ട്. എയർപോർട്ടിൽ
സ്പോട്ട് ബുക്കിംഗ് ക്യാൻസൽ ചെയ്തെന്നാണ് പറയുന്നത് കേട്ടെ. സത്യമാണോന്ന് അറിയില്ല. ഏതായാലും നമുക്ക് നോക്കാം. നമുക്കൊരു എയർപോർട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കാമായിരുന്നു. ഏതായാലും നമുക്ക് ട്രിപ്പൊന്നും കിട്ടിയില്ല. പിന്നെ ഏതായാലും വെയിറ്റ് ചെയ്യാം. നമുക്ക് ആ ഒരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ, കേരള സഫാരിയിലെ ഒരു ചെറിയ ട്രിപ്പാണ്. ഏതായാലും പോയി എടുക്കാം. 129 രൂപ. കടവന്ത്ര ശാസ്ത്രി നഗർ എന്നൊക്കെ പറഞ്ഞ വന്നേക്കുന്നത്. മെസ്സേജിങ് വന്ന് വണ്ടി ഒന്നും സ്റ്റാർട്ട് ചെയ്യില്ല. അപ്പോഴേ അവിടെ ചോദ്യം കഴിഞ്ഞു, ആർ യു സ്റ്റാർട്ടിങ്. ഇത്ര മുള്ള നിൽക്കുന്നവർ എന്തിനാണ് ബുക്ക് ചെയ്യാൻ പോയത്? അങ്ങനെ ഉണ്ട് കുറെ ആൾക്കാർ. നമ്മളെ സീറ്റ് ബെൽറ്റ് ഇടാൻ വിട്ടുപോയി. ഇവിടെ അവിടെ നിപ്പുണ്ടോ ആള്? എവിടെയാണോ? ഇതാണ്. അങ്ങനെ ആ ട്രിപ്പ് കഴിഞ്ഞിട്ടാ. ഇതാണ് അതിന്റെ ഡീറ്റെയിൽസ്. 6 കിലോമീറ്റർ ഉണ്ടായിരുന്നു. 6 കിലോമീറ്റർ 129 രൂപ. അപ്പൊ 6 12 20 രൂപ 22 രൂപ വെച്ച് കിട്ടത്തുള്ളു. പക്ഷേങ്കിൽ ഇത് പോരാ. 6 കിലോമീറ്ററിന് ഇതിൽ കൂടുതൽ പൈസ യൂബറിൽ ഇതൊക്കെ കിട്ടുള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ ടോട്ടല് 314 ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടുന്ന് ചെറിയൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ, നെട്ടൂർക്ക്. ഹോസ്പിറ്റലിൽ നിന്നാണ്. അങ്ങനെ ആ ട്രിപ്പ് കഴിഞ്ഞേട്ടാ. ആ ട്രിപ്പില് നമുക്ക് ലഭിച്ചത് 120 രൂപയാണ് കേട്ടോ. 2.18 കിലോമീറ്റർ 6 മിനിറ്റ് ഫിനിഷ് ചെയ്തു. 120 രൂപ. അപ്പൊ ഇനി വെയിറ്റ് ചെയ്യാണ് അടുത്ത ട്രിപ്പ് തൊട്ടെ. നമുക്ക് റാപ്പിഡോയിലെ ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. എങ്ങോട്ടാന്ന് നോക്കില്ല, ഒരു 12 കിലോമീറ്ററിന് 250 രൂപയാണ് കാണിച്ചത്. എന്നിട്ട് ഒരു ഷാപ്പിൽ നിന്നാന്ന് തോന്നുന്നു. ഷാപ്പിന്റെ അവിടെ നിന്നാണ്. ഒരു 1.5 കിലോമീറ്റർ ഉണ്ട്. നമ്മളത് എടുക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ. CNG അടിക്കണം. നമ്മൾ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും നൈറ്റ് ഓടാൻ വേണ്ടി ഇറങ്ങിയേക്കാണ് കേട്ടോ. അപ്പൊ നമുക്കെല്ലാം ഓണാക്കി ഇടാം. നമ്മ യാത്രയുടെ ഡിസ്പ്ലേ ഇപ്പൊ ഇങ്ങനെയാണ് കേട്ടോ. നമുക്ക് ചെറിയൊരു ട്രിപ്പ് വേണ്ടിട്ടുണ്ട് കേട്ടോ. ഒരു 102 രൂപ. മരടിന്ന് കുണ്ടന്നൂര് പോകാനാണ്. ഏതായാലും നമുക്ക് അത് പോയി എടുക്കാം. നമ്മളിപ്പോ ഉള്ളത് വാഴക്കാലാണ് കേട്ടോ. ഒരു പരനാറി വണ്ടി ബുക്ക് ചെയ്തിട്ട്, ഒരു ലിയ വണ്ടി ബുക്ക് ചെയ്തിട്ട് ഏടാകൂടെ വെച്ചാൽ ഒടുക്കത്തെ ഏടാകൂടെ, അതിനകത്തൂടെ തുള്ളി ചാടി നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പരനാറി ക്യാൻസൽ ചെയ്തു. എന്ത് പറയുമെന്ന് പറയാം. ഇതുപോലതാ സാധനങ്ങളൊക്കെ എന്നാ പറയാനാന്ന് വെച്ചാൽ ആകെ വഴിയില്ലാണ്ട്
നമ്മളൊരു തരത്തിലാണ് ഇവിടെ എത്തിയത്. ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ക്യാൻസൽ ചെയ്തു. നമ്മൾക്ക് 3 ട്രിപ്പ് കിട്ടി. 3 ട്രിപ്പും ഒരെണ്ണം ഫോർമാളിലേക്കായിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് കിട്ടിയത് തൈക്കുടം. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് അടുത്ത ട്രിപ്പ് കിട്ടിയത് ഇവിടെ വെണ്ണരക്കായിരുന്നു. ആ ട്രിപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഈ ട്രിപ്പ് അടിച്ച്. ഈ ട്രിപ്പ് ഇവിടെ നമുക്ക് 17 കിലോമീറ്റർ കാണിച്ചു. 17 പോട്ടെ 1.7 കിലോമീറ്റർ. അത് വെച്ചാൽ കറക്റ്റ് വണ്ടി പോകാനുള്ള ഒരു രീതിയേ ഉള്ളൂ. അങ്ങനെ കടന്ന ആ സ്ഥലത്തൂടെ നമ്മൾ ഒരു തരത്തിൽ ഇവിടെ എത്തിയത്. ഒരു ലേഡി ആണല്ലോ എന്ന് കരുതിയാണ് ഇവിടെ എത്തിയത്. ഈ രാത്രി കാലത്ത് നോർത്ത് കളമശ്ശേരിക്ക് വണ്ടി ബുക്ക് ചെയ്താണ്. ഒരു ലിയ എന്ന് പറഞ്ഞൊരു പെണ്ണുമ്പിള്ള. നമ്മളിവിടെ എത്തി കഴിഞ്ഞപ്പോ പിരിയാടി ക്യാൻസൽ ചെയ്തു. എന്ത് പറയാനോ, ഇപ്പൊ നമ്മൾ ഇത്രയും നേരം വന്ന് വെറുതെ. ഈ 3-3.5 കിലോമീറ്റർ 1.5 കിലോമീറ്റർ നമ്മള് വഴി പോലും ഇല്ല. അതിലേക്കൊക്കെ ചാടിക്കറങ്ങിയാണ് ഇവിടെ വന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ആണ് ഈ മാതിരി തെണ്ടിത്തരം കാണിക്കുന്നത്. അങ്ങനെ നമുക്കിപ്പോ ഒരു റിസർവേഷൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു അബ്ദുള്ള നോർത്ത് റെയിൽവേ സ്റ്റേഷനാണ്. നമുക്ക് പോയി എടുക്കാം. രാവിലെ ഒരു 4:30 4:50 പിക്കപ്പ് കാക്കനാടുന്ന്. ഞാനും കാക്കനാടൊക്കെ ചെല്ലാൻ പറ്റിയില്ലെങ്കിൽ 3:50 ആകുമ്പോ ക്യാൻസൽ ചെയ്തോളാം. അപ്പൊ അടുത്ത ആൾക്ക് കിട്ടിക്കോളും. ഇതുപോലെ ഇത് ആരാണ്ട് എടുത്ത് വെച്ചേക്കുന്നതായിരുന്നു, റിസർവേഷൻ ആയിരുന്നു. അങ്ങനെ ആ റിസർവേഷൻ കഴിഞ്ഞു. അപ്പൊ തന്നെ നമുക്ക് അടുത്ത ട്രിപ്പ് അടിച്ചു. തോപ്പുംപടിക്കാണ് കേട്ടാ. അപ്പൊ കഴിഞ്ഞ ട്രിപ്പിൽ എത്ര രൂപ കിട്ടിയെന്നൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് അവിടെ ചെന്നിട്ട് കാണിക്കാം. കാരണം ഒരു ട്രിപ്പ് വന്നുള്ളപ്പോ തന്നെ അടുത്ത ട്രിപ്പ് ബാക്ക് ടു വന്നോണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ തോപ്പുംപടി ചെന്നിട്ട് എങ്ങനെ ടൈം കിട്ടിയാൽ കാണിക്കാം. ഓക്കെ, നമുക്ക് ഒരു 3-4 ട്രിപ്പ് പടയെന്നും പറഞ്ഞാൽ കിട്ടി കേട്ടാ. നമുക്ക് കാണിക്കാൻ പറയാട്ടാ. നമ്മളിപ്പോ ഉള്ളത് നെട്ടൂരാണ്. നമുക്ക് നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കിട്ടിയ ട്രിപ്പ് തോപ്പുംപടിക്കായിരുന്നു കേട്ടാ. തോപ്പുംപടി കഴിഞ്ഞപ്പോ അപ്പൊ തന്നെ അടുത്ത ട്രിപ്പ് അടിച്ച് പള്ളുരുത്തി ചെന്നപ്പോ അവിടുന്ന് മരടിലേക്ക് അടിച്ചു. മരട് മറ്റേ കുണ്ടന്നൂര്. ഇയാളിത് മരട് കുണ്ടന്നൂര് ആടെ ആളിറക്കി കഴിഞ്ഞപ്പോ ചെറിയ ട്രിപ്പ് ഫോർമാളിൽ നിന്ന് നെട്ടൂർക്ക്. ചെറിയ ട്രിപ്പ് ഫോർമാളിലേക്ക് അടിച്ചു. അങ്ങനെ നമ്മൾ ഫോർമാളിൽ ചെന്ന് കഴിഞ്ഞപ്പോ അവിടുന്ന് അടുത്ത ട്രിപ്പ് നെട്ടൂർക്ക് അടിച്ചു. അങ്ങനെ ഇപ്പൊ നമ്മളിപ്പോ നെട്ടൂരാണ് ഇപ്പൊ ഉള്ളത് കേട്ടോ. അതില് ഡീറ്റെയിൽസ് ഞാൻ കാണിക്കാം. വണ്ടി ഓടിക്കൊണ്ടിരിക്കാണ്ടാണ് കാണിക്കാത്ത കേട്ടോ. ഇപ്പത്തെ ട്രിപ്പിന് നമുക്ക് കിട്ടിയ ഫെയറാണ് 5.18 കിലോമീറ്റർ 137 രൂപ നമുക്ക് ലഭിച്ചു കേട്ടോ. അത് കാർഡ് പേയ്മെന്റ് ആയിരുന്നു. അതിന് മുന്നത്തെ ട്രിപ്പ് നമുക്ക് ഫോർമാളിലേക്കായിരുന്നു. പള്ളുരുത്തിന്ന് ഫോർമാളിലേക്കായിരുന്നു കിട്ടിയത്. അത് 200 രൂപ ക്യാഷ് കളക്ഷനും 146 രൂപ നമുക്ക് ലഭിച്ചു കേട്ടോ. അതിന് മുന്നത്തെ അത് കഴിഞ്ഞ് കിട്ടിയതാണ് തോപ്പുംപടിയിൽ നിന്ന് പള്ളുരുത്തിക്ക് 131 രൂപ നമുക്ക് ലഭിച്ചു. 160 രൂപ ക്യാഷ് കളക്ഷൻ. അതിന് പിന്നെ നമുക്ക് നോർത്തിൽ നിന്ന് കിട്ടിയതാണ് കല്ലൂരിലേക്ക്. അത് മൾട്ടിപ്പിൾ സ്റ്റോപ്പ് ആയിരുന്നു.
258 രൂപ 260 രൂപ നമുക്ക് ലഭിച്ചു. ക്യാഷ് കളക്ഷൻ 260ഉം 206 രൂപ നമുക്ക് ലഭിച്ചേട്ടാ. അങ്ങനെ ടോട്ടലി ഇപ്പോൾ 9 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 1323 രൂപ നമ്മൾ ഏൺ ചെയ്തിരിക്കുകയാണ്. ചെറിയ ട്രിപ്പുകളാണ് കിട്ടുന്നത്. എല്ലാം ഈ 120 രൂപ 130 രൂപ ആണ്. അപ്പോഴേ രാത്രി ഓണാക്കിയിട്ടേക്കാ, പക്ഷെ ഒറ്റ ട്രിപ്പ് പോലും അടിച്ചിട്ടില്ല. പകല് മാത്രമേ ഓട്ടം ഉള്ളെന്ന് തോന്നുന്നു. അങ്ങനെ നമുക്ക് ക്രൗൺ പ്ലാസ എന്നൊരു ചെറിയ ട്രിപ്പ് കിട്ടി കേട്ടോ. നമ്മളിപ്പോ ഉള്ളത് ഗിരിനഗറിലാണ്. അവിടെ ഇറക്കി നമ്മള് കടവന്ത്രയ്ക്ക് പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെയൊക്കെ ഫുള്ള് കട്ടയിട്ട് നമുക്ക് കിട്ടിയ എമൗണ്ട് 143 രൂപയാണ് കേട്ടോ കിട്ടിയേ. അവര് ക്രൗൺ പ്ലാസയിൽ എന്തോ ഫംഗ്ഷൻ വന്നതാണ്, പക്ഷെ അവിടുന്ന് ഫുഡ് കിട്ടിയില്ലാന്ന് തോന്നുന്നു. സമയം കഴിഞ്ഞു അല്ലേ, ഈ 12 മണി സമയത്ത് എവിടുന്ന് ഫുഡ് കിട്ടാൻ. അങ്ങനെ അവര് നെറ്റിലാണ്ട് സെർച്ച് ചെയ്ത് നോക്കിയപ്പോ ഇവിടെ ഒരു കോഫി ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ടാക്കി. അതെങ്ങനെ വലിയ കാര്യമായിട്ട് കഴിക്കാൻ പറ്റാൻ കിട്ടുമെന്ന് എനിക്കറിയില്ല. ഏതായാലും അവിടെ കൊണ്ട് ചടിച്ചിട്ടുണ്ട്. ഏതായാലും ഇവിടെ വെയിറ്റ് ചെയ്യാൻ കേട്ടെ, ഈ ജംഗ്ഷനിൽ വെയിറ്റ് ചെയ്യാണ്. ഇപ്പൊ സമയം 12:15 കേട്ടോ. അങ്ങനെ 10 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ 2000 രൂപ കവർ ചെയ്തേക്കാണ് കേട്ടോ. 1467 രൂപ യൂബറിലും 314 രൂപ കേരള സവാരി, റാപ്പിഡോയില് ഒരു 300, റാപ്പിഡോയില് അപ്ഡേറ്റ് ആയി 12 മണി വരെ ഉള്ളെന്ന് തോന്നുന്നു. നമുക്കൊരു കോലഞ്ചേരി അടിച്ചിട്ടുണ്ട് കേട്ടോ, 27 കിലോമീറ്റർ. നമ്മളിപ്പോ കൊണ്ടാക്കിയ സ്ഥലത്തു നിന്ന് തന്നെയാണെന്ന് തോന്നുന്നല്ലോ. നമ്മളിപ്പോ കൊണ്ടാക്കിയ സ്ഥലമാണ് കേട്ടോ, അവിടെ നിന്നാണെന്ന് കോലഞ്ചേരി. ഓക്കെ, ഒരു ഡെയറിങ് അപ്പൊ പോയി പിക്ക് ചെയ്യട്ടോ കേട്ടോ. അങ്ങനെ നമ്മളിപ്പോ ഉള്ളത് കോലഞ്ചേരിയിലാണ് കേട്ടോ. നമുക്ക് ലാസ്റ്റ് ട്രിപ്പ് അടിച്ചത് കോലഞ്ചേരിക്കായിരുന്നു. ഒരു ഇന്റർസിറ്റി ആയിരുന്നു, ചെറിയൊരു ഇന്റർസിറ്റി ആയിരുന്നു. അങ്ങനെ 632 രൂപ നമുക്ക് ആ ഇന്റർസിറ്റി കിട്ടി കേട്ടോ. ആ ഇന്റർസിറ്റിയോട് കൂടി നമ്മൾ 2000 രൂപ ഏൺ ചെയ്തിരിക്കുകയാണ്. 2000 രൂപ കവർ ചെയ്തു, 11 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. ഇപ്പൊ സമയം 1:38 ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇനിയിപ്പോ എവിടെയെങ്കിലും കൂടാം. അപ്പൊ നമ്മള് അവിടെ ഒരു വണ്ടിക്കാരനുമായിട്ട് പരിചയപ്പെട്ട് വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. അവൻ പിറവത്തോന്ന് വരുന്ന, പിറവം പോയിട്ട് ട്രിപ്പ് കിട്ടാഞ്ഞിട്ട് തെണ്ടിത്തിരിഞ്ഞ് കോലഞ്ചേരി വന്ന് കയറി. അങ്ങനെ ഇവിടെ വന്ന് കിടന്നായാലും വർത്താനം പറഞ്ഞ് ഇരുന്ന് ഏതായാലും അവന് ട്രിപ്പ് അടിച്ചു. അവന് പട്ടിമറ്റം അടിച്ചു പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇപ്പൊ ട്രിപ്പ് വരും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ ഇവിടെ ഇരിക്കുകയാണ് കേട്ടാ. തൊട്ടപ്പുറത്ത് സർജ് കാണിക്കുന്നുണ്ട്. ഇവിടുന്ന് 6 കിലോമീറ്റർ അപ്പുറം സർജ് ഉണ്ട്. നമ്മളവിടെ ചെല്ലുമ്പോഴത്തേക്കും ഈ 1 മണി സമയത്ത് സർജോ, ഇത് എങ്ങനെ, എന്താണ് യൂബർ ആളെ പറ്റിക്കാൻ വേണ്ടി. ഏതായാലും നമ്മള് ഇന്നിനിപ്പോ ഇവിടെ കൂടാന്ന് വിചാരിക്കുന്നു കേട്ടോ, കോലഞ്ചേരിയില്. കാരണം ഇവിടുന്ന് നമുക്കൊരു 3-4 മണിയൊക്കെ ആവുമ്പോഴത്തേക്കും ചിലപ്പോ ട്രിപ്പ് അടിച്ചേക്കും. ഏതായാലും ഓഫാക്കുന്നില്ല, ഓഫാക്കാണ്ട് ഇവിടെ കൂടാന്ന് വിചാരിക്കുന്നു. ട്രിപ്പ് അടിക്കുകയാണെങ്കിൽ എടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഇവിടെ കിടന്നൊരു ഉറക്കമൊക്കെ കഴിഞ്ഞോട്ടാ. രാവിലെ ആയി. ഇന്നലെ രാത്രി വന്നിട്ട് പോയിട്ടില്ല കേട്ടോ, ഇവിടെ കിടന്ന് ഉറങ്ങി. നമ്മള് ഫ്രഷ് ഒക്കെ ആയൊന്ന് കുളിച്ച് ഇതായി. ഇനിയിപ്പോ ഒരു ചായ കുടിക്കണം. ഇപ്പൊ ഓൺലൈനിൽ ആയിട്ടുണ്ട് കേട്ടാ. പിന്നെ നമ്മള് ഒരു റിസർവേഷൻ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അത് കാണിക്കുന്നില്ല. അവരിനി ക്യാൻസൽ ആക്കിയതാണോ എന്തോ. നമ്മള് 4:50 ഓൺലൈനിൽ വേണ്ടത്.
നമ്മള് 4:30 ആയപ്പോ എഴുന്നേറ്റ് ലേയും കഴിഞ്ഞൊക്കെ റെഡിയായി. പക്ഷെ എനിക്ക് ട്രിപ്പ് കാണിക്കുന്നില്ല, അത് ക്യാൻസൽ ആയി പോയെന്ന് തോന്നുന്നു. ഒരു ചായ കുടിക്കാൻ എന്താണ് മാർഗം? അങ്ങോട്ട് പോയാ ചായക്കട കാണാം. ഹോസ്പിറ്റലിന്റെ ആ ഭാഗത്തോട്ട് പോകും. പിന്നെ വിളിക്കുന്ന ഉറക്കവും ഇല്ലെന്ന്. ഓട്ടോറിക്ഷക്കാരൻ രാവിലെ വന്നേക്കും. നമുക്ക് ട്രിപ്പ് അടിച്ച്, പക്ഷെങ്കി അതൊരുമാതിരി 1.5 ട്രിപ്പായിപ്പോയി. 10-11 കിലോമീറ്റർ അപ്പുറം നമുക്ക് ട്രിപ്പ് അടിച്ചിരിക്കുന്നത്. ഒരു കാര്യമില്ല, എന്തിനിങ്ങനെ ട്രിപ്പ് അടിക്കുന്നത് ഞാനറിയാം. പോകുന്ന വഴിക്കൊന്നാണ് പത്ത് കിലോമീറ്റർ അപ്പുറേന്നാ പോയെടുത്താണ് പോയത്. പോകുന്ന വഴിക്കുന്ന ആള് ക്യാൻസൽ ചെയ്യുവാണ്. പോട്ടെ. ഒരു ബിന്ദു ആണ് എന്റെ പൊന്ന് ബിന്ദു. ഇങ്ങനെയൊക്കെ ട്രിപ്പ് അടിക്കാത്ത ഇന്നലെ 1:30 ആയപ്പോ വന്നാണ്. ഒരു 5 മണിയായപ്പോ നമുക്കൊരു എറണാകുളം സൗത്ത് അടിച്ചിട്ടുണ്ട്. പള്ളിക്കരന്നാണ് കേട്ടാ. ഇവിടുന്ന് 10 കിലോമീറ്ററോളം ഉണ്ട്. 9 ചില്ലറയുണ്ട്. ഏതായാലും പതുക്കെ അങ്ങോട്ട് പോവാം, രാവിലെ അല്ലേ. ട്രിപ്പ് കഴിഞ്ഞേട്ടാ. നമ്മളിപ്പോ ഉള്ളത് MG റോഡിലാണ്. മാർക്കറ്റ് റോഡിലായിരുന്നു. അങ്ങനെ ഇറങ്ങി തിരിഞ്ഞ് നേരെ MG റോഡിൽ ചാടി. നമ്മള് കേരള സവാരിയും റാപ്പിഡോയും കൂടെ ഓണാക്കിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും നഷ്ടമായിപ്പോയി ആ ട്രിപ്പ്. കാരണം 17-18 കിലോമീറ്റർ ഉണ്ടായിരുന്നു. 296 രൂപയാണ് കിട്ടിയത്. എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ നമ്മൾ അവിടെ കിടന്ന് എന്നാണെ നമുക്ക് റിട്ടേൺ ചാർജേ കിട്ടുള്ളൂ, പറഞ്ഞിട്ട് കാര്യമില്ല. റാപ്പിഡൊക്കെ 12 മണി കഴിഞ്ഞപ്പോ തന്നെ അതിന്റെ ഇത് മാറി. നമുക്ക് ഇവിടെ എവിടെയാലും ഒതുക്കാട്ടാ. ഇവിടെ ഒതുക്കാം. ഇവിടെ അവിടെ പോയി ഒരു ചായ കുടിച്ച്, നമ്മളൊരു ചായ കുടിച്ചായിരുന്നു കോലഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ അവിടെ നിന്ന്. ഉണ്ടാ 20 കിലോമീറ്റർ ഓടിയിട്ടാണ് 296 രൂപ. പക്ഷെ എന്താ ചെയ്യുന്നോ? അങ്ങനെ നമുക്ക് ഒരു ട്രിപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു പ്രവീണാണ്. എവിടെ? ഇൻഡസ് ബാങ്ക്. പിക്ക് ചെയ്യാട്ടോ. കുറ്റുമശ്ശേരി ആലുവയ്ക്കാണ്. ആലുവ. അങ്ങനെ നമ്മളിവിടെ എത്തിയേട്ടാ. 320 രൂപ. 2 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. ഇപ്പൊ കുറ്റുമശ്ശേരിയാണ്. കുറ്റുമശ്ശേരി ഇവിടുന്ന് ട്രിപ്പ് അടിക്കുന്നില്ല, നമുക്ക് ആലുവയ്ക്ക് പോകാം കേട്ടോ. ഇവിടെ നിന്ന് വാങ്ങി.
Destination Vidyanagar Colony, Trikakara, Vidyanagar Colony. അങ്ങനെ ആ ട്രിപ്പ് കഴിഞ്ഞു കേട്ടോ. ആ ട്രിപ്പ് കഴിഞ്ഞപ്പോ തന്നെ നമുക്ക് അടുത്ത ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ഒരു ജ്യോതിഷിനെ കൂടെ പിക്ക് ചെയ്യാം. ജ്യോതിഷ് എവിടെ നിൽക്കുന്നത്? പള്ളിക്കര ആണ് പുള്ളിക്കാരൻ നിൽക്കുന്നത്. ഇവിടുന്നൊരു 3-3.5 കിലോമീറ്റർ ഉണ്ട്. അങ്ങനെ ആ ട്രിപ്പ് കഴിഞ്ഞിട്ടാ നമുക്ക് പള്ളിക്കരയിൽ ഇൻഫോ പാർക്കിന്റെ അങ്ങോട്ടായിരുന്നു. ഇൻഫോ പാർക്ക് താളം എന്ന് പറയുന്ന ഹോട്ടലിന്റെ അങ്ങോട്ടായിരുന്നു കേട്ടോ. ആ ട്രിപ്പ് കഴിഞ്ഞു. ആ ട്രിപ്പ് കഴിഞ്ഞപ്പോ നമുക്ക് ഇവിടെ ട്രിനിറ്റി വേൾഡിൽ നിന്ന് ഒരു കരിങ്ങാച്ചറ അടിച്ചിട്ടുണ്ട്, തൃപ്പൂണിത്തറ. അതെടുക്കാൻ നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ കംപ്ലീറ്റ് ചെയ്യാം. ഇതോടെ നമ്മുടെ വീഡിയോ നമ്മളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഇപ്പൊ സമയം 9:30 ആയിട്ടുണ്ട്. അപ്പൊ നമ്മള് ടോട്ടലി നമ്മൾ ഏൺ ചെയ്തേക്കുന്ന എമൗണ്ട് 1126 3844 രൂപ നമ്മൾ ഏൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാലോ, വെട്ടടിക്കുന്നുണ്ടോ? കാണത്തില്ല. 3844. അപ്പൊ നമ്മുടെ വീഡിയോ ഇന്നത്തെ നമ്മളെ വീഡിയോ വെച്ച് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മളുള്ളത് തൃപ്പൂണിത്തറയാണ്. അപ്പൊ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു വീഡിയോ നമുക്ക് നാളെ കാണാം. നാളെ ഇപ്പോൾ ഡെയിലി ആയിരിക്കും കൂടുതൽ. നൈറ്റ് ഓട്ടം കുറവാണ്, പിന്നെ എല്ലാം ലോങ് ആണ് വരുന്നത്. നോക്കാട്ടോ. അതെ.